മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ മനു ആണെങ്കിൽ അലീനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കടന്നു വരുന്നതും കണ്ടുകൊണ്ട് തന്നെ കമലമ്മ ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കുമായിരിക്കും. അലീനയുടെ കൈ പിടിച്ചു മനു അകത്തേക്ക് കയറി വരുന്നത് കണ്ട് കമലമ്മക്ക് കലി കയറി. എന്താടാ നീ ഈ മൂദേവിയെ വിളിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് അവൾ കടുപ്പത്തിൽ തന്നെ അങ്ങ് ചോദിച്ചു. അപ്പോഴാണ് മനു ആ ഒരു ബോംബ് പൊട്ടിക്കുന്നത്. അമ്മേ, ഞാൻ ഇവിടെ അങ്ങ് കല്യാണം കഴിച്ചു എന്ന് പറയും. ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിലേക്ക് പോയിട്ട് ഒപ്പിട്ട് വന്നതാണെന്ന് പറയും. ഇനി ഇവൾ എൻ്റെ കൂടെ എന്നെന്നും ഉണ്ടാവുമെന്നൊക്കെ പറയാണ് മനു. ഇത് കേട്ടതോടുകൂടി തന്നെ കമലമ്മക്കാണെങ്കിൽ ആകെ സമനില തെറ്റിയത് പോലെയാണ്. ഇവിടെയൊന്നും ഇത് പറ്റില്ലടാ, ഈ മൂദേവിയെ ഈ വീട്ടിൽ നിന്ന് കയറ്റാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ അങ്ങ് തറപ്പിച്ചു പറയും. ഉടനെ തന്നെ മനുവിന്റെ മറുപടി വന്നു. ഷോ, എങ്കിൽ പിന്നെ കഷ്ടമാണല്ലോ അമ്മേ, എനിക്ക് ഇവളെയും കൂട്ടിക്കൊണ്ട് വേറെ വീടെടുത്ത് താമസിക്കേണ്ടി വരുമല്ലോ എന്ന് പറയും. മനു തമാശക്ക് പറഞ്ഞതാണോ അതോ ഗൗരവമാണോ എന്ന് കമലമ്മക്ക് നല്ല സംശയമുണ്ട്. കാരണം അവന്റെ പ്രകൃതം അങ്ങനെയാണല്ലോ. എങ്കിലും കമല വിട്ടുകൊടുത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇവളെ ഞാൻ ഈ വീട്ടിൽ പടി കയറ്റില്ല. ഇവളെങ്ങനെയാണ് ഇവിടെ നിന്നും ഇറക്കി വിട്ടത് എന്ന കാര്യം എനിക്കറിയാം. മനു, നീ ഇപ്പൊ ഇവളെയും കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്നും ഇറങ്ങിക്കോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ ചൂലെടുക്കുമെന്നൊക്കെ പറഞ്ഞ് കമല ദേഷ്യപ്പെട്ടു. അത് കേട്ടപ്പോൾ മനുവിന് ചിരിയാണ് വന്നത്. ചൂലെടുക്കാനോ? ബാലചന്ദ്രൻ മാമൻ ചൂലെടുത്ത് അമ്മയെ ഓടിച്ചത് കൊണ്ട് എല്ലാവരും അങ്ങനെയാണെന്നൊന്നും അമ്മ കരുതല്ലേ. അലീനൊരു പാവമാണ്, നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്. എല്ലാവരും പറയും. എൻ്റെ അച്ഛനും വലിയച്ഛനും ഒക്കെ ഇപ്പോൾ ഇവളെ കൂടെയാണ്. അതുകൊണ്ട് അമ്മ അങ്ങ് മാറി നിന്നേ. ഞങ്ങൾ അകത്തേക്ക് കയറട്ടെ, ഞങ്ങൾ അകത്തേക്ക് കയറട്ടെ എന്ന് പറയാണ് മനു. മനു, നീ തീക്കളിയാണല്ലോ കളിക്കുന്നത് എന്ന് കമല പറയുന്നുണ്ടെങ്കിലും തീക്കളിയാണെങ്കിലും എന്ത് കളിയാണെങ്കിലും അമ്മ അങ്ങ് മാറി നിൽക്ക്, മനു കടുപ്പിച്ച് തന്നെ പറഞ്ഞു. എന്നിട്ട് അവൻ കളിയാക്കി കൂട്ടിച്ചേർത്തു. അമ്മ ഒരു കാര്യം ചെയ്യേ, ആ ഫോൺ എടുത്തിട്ട് ആർക്കെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ച് പറ ബാലചന്ദ്രന്റെ മകളെ എന്റെ മോൻ കെട്ടിയെന്ന്. അപ്പൊ പിന്നെ അമ്മക്കൊരു ആശ്വാസം കിട്ടുമല്ലോ. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സൽപുത്രിയാണ് കെട്ടിയതെന്ന് പറഞ്ഞേക്ക്. വാ അലീന, നമുക്ക് പോവാമെന്നും പറഞ്ഞു കൊടുത്തന്നെ മനു അവളെയും കൂട്ടിക്കൊണ്ട് വലിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് കയറിപ്പോയി. പോകുന്നതിന് പിന്നാലെ പഴി പറഞ്ഞു കൊടുത്തന്നെ കമലയും കൂടെ കൂടിയിരുന്നു. അലീന പേടിയോട് കൊടുത്തന്നെ മനുവേട്ട, ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മനു അവളെ സമാധാനിപ്പിച്ചു. അലീനെ, നീ ഒന്നും മിണ്ടാതിരിക്ക്. ഈ വീട് അമ്മയുടേത് മാത്രമല്ല എൻ്റെ അച്ഛൻ്റേത് കൂടിയാണ്. ഇവിടേക്ക് നിന്നെ കൊണ്ടുവരാൻ എനിക്ക് ആരുടെയും അനുവാദം വേണ്ട. അച്ഛനൊന്നും പറയത്തില്ല. വിവരമില്ലാതെ തുള്ളുന്ന അമ്മയെ ബോധ്യപ്പെടുത്താനൊന്നും എനിക്ക് സൗകര്യമില്ല. നീ ഇങ്ങോട്ടേക്ക് വാ. അമ്മ പറയുന്നത് ഒരു ചെവിയിലൂടെ കേട്ടിട്ട് മറ്റേ ചെവിയിലൂടെ അങ്ങ് വിട്ടാ മതിയെന്നും പറഞ്ഞുകൊണ്ട് തന്നെ അവൻ അവളെ നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. മനു മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് കൊടുത്തിട്ട് തമാശ രൂപേണ ചോദിച്ചു, എന്തൊക്കെയുണ്ട് സൗദാമിനി മോളെ വിശേഷം? മരുമകളുടെ നോട്ടമൊക്കെ എങ്ങനെയുണ്ട്? മുത്തശ്ശി സങ്കടത്തോടെ പറഞ്ഞു. അതൊന്നും പറയേണ്ട മനു, ആ പെൺകൊച്ച് എന്നെ പൊന്നുപോലെ നോക്കിയതായിരുന്നു ആ അലീന. ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. ഒടുവിൽ എനിക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നു. അലീനയെ കാണാൻ തോന്നുന്നുണ്ടോ എന്ന് മനു ചോദിച്ചപ്പോൾ മുത്തശ്ശിക്ക് സന്തോഷമായി. അവൾ എന്ത് തെറ്റാ ചെയ്തത്? അവൾ വന്നപ്പോഴാണ് എനിക്ക് ജീവിക്കാൻ തന്നെ ഒരു മോഹം തോന്നിയത്. ഉടനെ തന്നെ മനു അലീനയെ അകത്തേക്ക് വിളിപ്പിച്ചു. അലീനയെ കണ്ടതോടുകൂടി തന്നെ മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു. അലീനെ, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്തിനു മുത്തശ്ശി? അന്നും ഇന്നും മുത്തശ്ശിയോട് എനിക്ക് ഇഷ്ടം മാത്രമാണുള്ളത്. അന്ന് മുത്തശ്ശി എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് മകളോടുള്ള സ്നേഹം കൊണ്ടല്ലേ. എനിക്കതിൽ പരാതിയൊന്നുമില്ല എന്ന് അലീന വിനയത്തോടെ പറഞ്ഞു. മുത്തശ്ശിക്ക് അലീനയോടുള്ള സ്നേഹം ഇരട്ടിച്ചു. പക്ഷേ തിരിച്ചങ്ങോട്ടേക്ക് വരാൻ അവർക്ക് പേടിയാണ്. അലീന പറഞ്ഞു. മുത്തശ്ശി വന്നാൽ ഞാൻ പഴയതുപോലെ നോക്കിക്കൊള്ളാം. പക്ഷേ ഇനി അവിടെ ഹോം നേഴ്സായിട്ട് നിൽക്കാൻ ബാലചന്ദ്രൻ സമ്മതിക്കുമോ എന്നായി മുത്തശ്ശിയുടെ സംശയം. ഞാൻ അവിടെ മകളായിട്ടല്ല, പഴയ ഹോം നേഴ്സായിട്ട് തന്നെയാണ് മുത്തശ്ശി കഴിയുന്നത്. അധികാരം സ്ഥാപിക്കാനൊന്നും എനിക്കറിയില്ല എന്ന് അലീന ഉറപ്പിച്ചു പറഞ്ഞു. മുത്തശ്ശി അവരുടെ മകൾ വൈജയന്തിയെ ഓർത്തുകൊണ്ട് തന്നെ സങ്കടപ്പെട്ടു. അവൾ എന്നെ ഇവിടെ ഇട്ടിട്ട് പോയില്ലേ, ഞാനിവിടെ കിടന്ന് പുഴുത്ത് ചാവട്ടെ എന്നാണ് അവൾ കരുതുന്നത്. ബാലചന്ദ്രൻ ചെയ്തത് തെറ്റാണെന്ന് മുത്തശ്ശി പറയുമ്പോൾ അലീന തടഞ്ഞു. അച്ഛൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല മുത്തശ്ശി, എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ്. പിന്നീട് മനു തിരക്ക് കൂട്ടി. മതി മതി, സംസാരിച്ചത് മതി, നമുക്ക് പോവാം. കമല നിങ്ങളെ എതിർത്തോ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ അമ്മ അവിടെ കണ്ണെന്ന് തുള്ളുന്നുണ്ട്, ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല എന്ന് പറയാണ് മനു. മുത്തശ്ശിയോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ വീണ്ടും കമല മുന്നിൽ വന്നു. നീ എന്ത് മന്ത്രമിട്ടുകൊണ്ടാണടി ഇവനെ വശീകരിച്ചു വെച്ചിരിക്കുന്നത്? കൈതക്കൽ തറവാട്ടിലെ പുത്രൻ ബാലചന്ദ്രന്റെ അവിഹിതത്തിലുണ്ടായ മകളുടെ കൂടെ നടക്കുന്നത് നാണക്കേടാണ് എന്ന് കമല ആക്രോശിച്ചു. നാണക്കേടാണെങ്കിൽ ഞാൻ സഹിച്ചോളാം അമ്മയെന്ന് മനു മറുപടി കൊടുത്തു. അലീനയെ കൊണ്ടുവിടാൻ പോകുന്ന വഴിയിൽ മനു അവളോട് പറയുന്നുണ്ട്, നിന്നെ ഒരുപാട് മിസ് ചെയ്യും അലീന. അലീനയുടെ കയ്യിൽ മനു ഒരു ഉമ്മ വെച്ചു കൊടുത്തു. അതൊരു ചെറിയ പ്രണയ സമ്മാനമായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിലുള്ള കുറച്ച് റൊമാൻറ്റിക് സീൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ആ ഉമ്മ അലീന കവിളിൽ ചേർത്ത് പിടിച്ചു. മനു പോകുമ്പോൾ അലീന ദൂരേക്ക് നോക്കി നിന്നു. ആരുമില്ല എന്ന തോന്നൽ തനിക്ക് വേണ്ട എന്നും ഞാനും അങ്കിളും എന്നും കൂടെയുണ്ട് എന്ന മനുവിന്റെ വാക്കുകൾ അലീനക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. എന്നാൽ അലീന അകത്തേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. അവളുടെ ഡ്രസ്സുകൾ മുഴുവൻ കത്രിക കൊണ്ട് വെട്ടു നുറുക്കി ചിഹ്നം ഭിന്നമാക്കി വെച്ചിരിക്കുന്നു. ഒരു ഡ്രസ്സ് പോലും ഇടാൻ പറ്റാത്തൊരവസ്ഥ. അവിടെ ബബിതയോ രോഹിതോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കൃഷ്ണമോള് വന്നപ്പോൾ അലീന സങ്കടത്തോടെ ഈ ഒരു കാര്യം പറഞ്ഞു.
ഇത് ബബിത ചേച്ചി ചെയ്തതാ. അവൾ റൂമിൽ നിന്നും ഇറങ്ങി വരുന്നതൊക്കെ ഞാൻ കണ്ടു എന്ന് കൃഷ്ണമോള് പറയുന്നുണ്ട്. അച്ഛനോട് പറയണമെന്ന് പറഞ്ഞപ്പോൾ അലീന വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ കൃഷ്ണമോള് വിട്ടുകൊടുത്തില്ല. വസ്ത്രം നശിപ്പിക്കുന്നതൊക്കെ വലിയ പാപമാണ്. അച്ഛനോട് പറഞ്ഞാലേ ഇതിനൊരു തീരുമാനമാവുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് നേരെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് പോയി കാര്യം പറയാണ്. കൃഷ്ണമോൾ ഒട്ടും വൈകാതെ തന്നെ ബാലചന്ദ്രന്റെ റൂമിലേക്ക് വിളിപ്പിച്ചു കൊണ്ടുവരികയാണ്. തറയിൽ ചിന്നി ചിതറിക്കിടക്കുന്ന തുണി കഷ്ണങ്ങൾ കണ്ട് ബാലചന്ദ്രൻ ആകെ തരിച്ചുപോയി. അലീന കണ്ണ് നിറഞ്ഞു നിൽക്കുകയാണ്. ഈ സമയം പുറത്തുനിന്ന് രോഹിത്തും ബബിതയും ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. ബാലചന്ദ്രൻ അലറിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, ആരാടാ ഇത് ചെയ്തത് എന്ന്. രോഹിത്തും ബബിതയും ഒന്ന് ഞെട്ടിപ്പോയി. ബബിത പതർച്ച മറച്ചു വെച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അച്ഛാ അതിപ്പോ ആർക്കറിയാം, വല്ല എലിയും കടിച്ചു കീറിയതായിരിക്കുമെന്ന് പറയും. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, എലിക്ക് കത്രിക ഉപയോഗിക്കാനൊന്നും അറിയില്ലല്ലോ ബബിത ചേച്ചി. ചേച്ചി ഈ റൂമിൽ നിന്നും ഇറങ്ങി വരുന്നതൊക്കെ ഞാൻ കണ്ടതാണ്. അലീന ചേച്ചി വന്ന ഡ്രസ്സോടെ കൂടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ ചേച്ചി ഇതൊക്കെ ചെയ്തു വെച്ചത് എന്ന് ചോദിക്കാട്ടോ കൃഷ്ണമോള്. ബാലചന്ദ്രൻ ബബിതയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് വിറക്കുന്ന ശബ്ദത്തിൽ തന്നെ പറയുന്നുണ്ട്, നീ ഇത്രക്ക് തരം താന്നു പോയല്ലോ ബബിതേ. ഈ വീട്ടിൽ അലീനയ്ക്ക് സ്ഥാനമില്ല എന്ന് കരുതിയോ നീ? അവൾ എൻ്റെ മകളാണ്. ഇന്ന് നീ കീറിയിരിക്കുന്നത് അവളുടെ തുണിയല്ല, എൻ്റെ അന്തസ്സാണ്. അപ്പോഴേക്കും മനു അങ്ങോട്ടേക്ക് എത്തി. മനു വന്നത് കണ്ട് ബബിത ഒന്ന് വിറച്ചു. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ മനു നേരെ അലീനയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ കയ്യിൽ കരുതിയിരുന്ന ഒരു ചെറിയ ബാഗ് മനു ഉയർത്തിക്കാട്ടി. മനു പറയുന്നുണ്ട്, അമ്മ അവിടെ ബഹളം വെച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മറന്നുപോയതാ അലീനെ. ഇത് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ കരുതിയതാ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറത്തിലുള്ള കുറച്ച് സെറ്റുകളാണിത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഡ്രസ്സെല്ലാം തന്നെ മനു കൊടുക്കും. മനു കൊണ്ടുവന്നിരിക്കുന്ന പുതിയ വസ്ത്രങ്ങൾ കണ്ടപ്പോൾ ബബിതയുടെ മുഖം അങ്ങ് കരിഞ്ഞുപോയി. അവൾ നശിപ്പിച്ചതിനേക്കാൾ വില കൂടിയതും ഭംഗിയുള്ളതുമായിട്ടുള്ള വസ്ത്രങ്ങളാണ് മനു അലീനക്ക് സമ്മാനമായിട്ട് നൽകിയത്. രോഹിത് പറയുന്നുണ്ട്, മനുവേട്ട നിങ്ങൾ ഇതിലൊന്നും ഇടപെടണ്ട, ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണെന്ന് പറയുന്ന സമയത്ത് തന്നെ മനു ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, രോഹിത്തെ, കുടുംബം എന്ന് പറയുന്നത് സ്നേഹമുള്ളിടത്താണ്, അല്ലാതെ തുണി വെട്ടുനുറുക്കുന്നിടത്തൊന്നുമല്ല. പിന്നെ അലീനയുടെ കാര്യം ഇനി എൻ്റെയും കൂടി കാര്യമായിരിക്കും. അങ്കിളെ, ഞാൻ ഇവളെയും കൂട്ടിക്കൊണ്ടൊന്ന് പുറത്തേക്ക് പോവാണ്. ഇവൾക്ക് സമാധാനമായി ഒന്ന് ശ്വസിക്കാൻ കുറച്ച് ശുദ്ധമായി വേണമെന്നൊക്കെ പറയട്ടെ മനു. ബാലചന്ദ്രൻ സമ്മതം മൂളി. മനു അലീനയുടെ കൈയും പിടിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് നടന്നു. ബബിതയും രോഹിത്തും പല്ല് കടിച്ച് ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുമായിരിക്കും. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മനു അലീനയോട് പറയുന്നുണ്ട്, അലീനെ, അവർ എന്ത് ചെയ്താലും നീ ഒരിക്കലും തളർന്നു പോവരുത്. നിന്റെ കൂടെ എപ്പോഴും ഞാനുണ്ടായിരിക്കും. ഈ വസ്ത്രങ്ങൾ നശിപ്പിച്ചത് കൊണ്ട് നിന്റെ വ്യക്തിത്വം ഇല്ലാതാകുന്നില്ല. നമുക്ക് വൈകുന്നേരം നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം. നിന്റെ മുഖത്തെ ആ ഒരു ചിരി എനിക്കൊരിക്കൽ കൂടി ഒന്ന് കാണണം, അത്രയുള്ളൂ എനിക്ക്. അലീനയുടെ കണ്ണിൽ ആശ്വാസത്തിന്റെ നനവ് പടർന്നു. അവൾ മനുവിനെ നോക്കി മെല്ലെ പുഞ്ചിരിച്ചു. കാറ് സ്റ്റാർട്ടാക്കുമ്പോൾ ദൂരെ വൈജയന്തി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വരുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ പോകുന്നത്. വൈജയന്തി കൂടി കടപ്പാട്ടൂർ വീട്ടിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ ആ ഒരു വീട് യുദ്ധക്കളമായി മാറുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളാട്ടോ ഇനി വരാൻ പോകുന്നത്. അതിനിടയിൽ തന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വമ്പൻ ട്വിസ്റ്റുകളും നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.